നമസ്കാരം. ക്ലാസിക് സ്റ്റോറീസ് ബൈ ഷിൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ മനുഷ്യരുടെ ഭാഷകൾ മാറിമറിഞ്ഞതും ബാബേൽ ഗോപുരത്തിൻ്റെ തകർച്ചയും നമ്മൾ കണ്ടു. അതിനുശേഷം ജനങ്ങൾ ഭൂമിയിൽ പലയിടങ്ങളിലായി ചിതറിപ്പാർത്തു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനെ ദൈവം വിളിക്കുന്നത്. അബ്രഹാം എന്ന ആ മഹത് വ്യക്തിയുടെ ജീവിതയാത്രയാണ് ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വാക്കു മാത്രം വിശ്വസിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ആ മനുഷ്യൻ്റെ കഥ നമുക്കൊന്ന് കേൾക്കാം. പിതാവായ തേരഹിൻ്റെ മരണശേഷം സഹോദരങ്ങളോടും കുടുംബത്തോടുമൊപ്പം ഹാരാനിൽ താമസിച്ചിരുന്ന അബ്രാഹത്തിനോട് ദൈവം ഒരു ദിവസം അരുളിച്ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും. അങ്ങനെ നീയൊരു അനുഗ്രഹമായി തീരും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ യാത്ര തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രഹാമിന് 75 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രഹാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കെമിൽ മൊറേയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു കേട്ടോ. കർത്താവ് അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്കൊക്കെയായിട്ട് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അവിടെ ഒരു ബലിപീഠം അബ്രാം പണിതു. അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു. അവിടെയും ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവിടെ നിന്ന് അബ്രാം നെഗബിന് നേരെ യാത്ര തുടർന്നു. എന്നാൽ അവിടെ കഠിനമായ ക്ഷാമമുണ്ടായത് മൂലം അബ്രഹാമിന് താൽക്കാലികമായി ഈജിപ്തിലേക്ക് മാറേണ്ടി വന്നു. അവിടെ വെച്ച് പല പ്രതിസന്ധികളും ഉണ്ടായെങ്കിലും ദൈവത്തിൻ്റെ കാവൽ അബ്രഹാമിനും കുടുംബത്തിനും ഒപ്പമുണ്ടായിരുന്നു. ഒടുവിൽ വലിയ സമ്പത്തോടും കന്നുകാലികളോടും കൂടെ അവർ ഈജിപ്തിൽ നിന്ന് വീണ്ടും നെഗബിലേക്ക് പോയി. ഈജിപ്തിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ അബ്രഹാമിനും കൂടെയുണ്ടായിരുന്ന ലോത്തിനും ഒരുപോലെ സമ്പത്തും മൃഗങ്ങളും വർദ്ധിച്ചിരുന്നു. ഒരേ സ്ഥലത്ത് അവർക്ക് ഒരുമിച്ച് പാർക്കാൻ കഴിയാതെ വന്നു. അവരുടെ ഇടയന്മാർ തമ്മിൽ തർക്കങ്ങളും ഉണ്ടായി. ഇവിടെയാണ് അബ്രഹാമിൻ്റെ വലിയ മനസ്സ് നമ്മൾ കാണുന്നത്. ഒരു വലിയവൻ്റെ അഹങ്കാരമില്ലാതെ അവൻ ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ തർക്കം പാടില്ല. നിനക്ക് ഇഷ്ടമുള്ള ദേശം തിരഞ്ഞെടുക്കാം. നീ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. ലോത്ത് നോക്കിയപ്പോൾ യോർദാൻ സമതലം പച്ചപ്പുള്ളതും മനോഹരവുമായി കണ്ടു. അവൻ ആ പ്രദേശം തിരഞ്ഞെടുത്ത് സോദോം നഗരത്തിനടുത്ത് താമസമാക്കി. അബ്രാം കാനാൻ ദേശത്തും തുടർന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സോദോം നഗരത്തിൽ വലിയൊരു യുദ്ധമുണ്ടായി. ശത്രുരാജാക്കന്മാർ സോദോം കീഴടക്കുകയും ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും തടവുകാരായി പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഈ വാർത്ത അറിഞ്ഞ അബ്രഹാം ഒട്ടും വൈകിയില്ല. തൻ്റെ വീട്ടിൽ പരിശീലനം ലഭിച്ച 318 ആളുകളെ കൂട്ടി അവൻ ശത്രുക്കളെ പിന്തുടർന്നു. ആ യുദ്ധത്തിൽ അബ്രഹാം വിജയിക്കുകയും തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ ജനങ്ങളെയും സുരക്ഷിതമായി മോചിപ്പിക്കുകയും ചെയ്തു. മടങ്ങി വരുന്ന വഴിയിൽ സലേമിൻ്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായിരുന്ന മെൽക്കിസേദെക്ക് അബ്രഹാമിനെ അപ്പവും വീഞ്ഞും നൽകി സ്വീകരിച്ചു. അദ്ദേഹം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാം തനിക്കുണ്ടായ സമ്പത്തിൻ്റെ 10 ആ പുരോഹിതന് കാഴ്ചയായി നൽകി. പ്രിയപ്പെട്ടവരെ,
ഉൽപ്പത്തി 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു ജീവിത പാഠമാണ്. 75-ാം വയസ്സിലും ദൈവവിളി കേട്ട് ഇറങ്ങി പുറപ്പെടുവാൻ അബ്രഹാം കാണിച്ച ആ വിശ്വാസം, സ്വന്തം അവകാശങ്ങൾ അനിയന് വിട്ടുകൊടുക്കുവാൻ കാണിച്ച വലിയ മനസ്സ്, ആപത്തിൽപ്പെട്ട ബന്ധുവിനെ ജീവൻ പണയം വെച്ചും രക്ഷിക്കാൻ ഓടിയെത്തിയ സ്നേഹം, ഇതുകൊണ്ടാണ് ചരിത്രത്തിൽ അബ്രഹാം ഇന്നും തിളങ്ങി നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഈ വിശ്വാസവും നന്മയും കൈവിടാതിരുന്നാൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മെ തേടിയെത്തും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു ബൈബിൾ കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.